നമസ്കാരം. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണുള്ളത്. ഞങ്ങൾ ഇന്ന് ശ്രീനഗറിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കട്ര വരെ പോവുകയാണ്. ഞങ്ങൾ ട്രെയിനിലും ബസ്സിലുമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദീർഘമായ യാത്ര തന്നെയാണ്. നമുക്ക് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷന് മുന്നേ തന്നെ ഇപ്പം വരാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഷെയർ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനകത്തോട്ട് കയറാം. അതെ, നമ്മളെ കാശ്മീർ വാലിയിലേക്കുള്ള ട്രെയിൻ യാത്ര. ഇതാണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം അകത്തോട്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. വണ്ടി അവിടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. നവിയുടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. എൻ്റെ പൊന്നോ, വണ്ടി ഇപ്പോൾ പോവും. ഇത് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വണ്ടിയുള്ളൂ. ട്രെയിനിലേക്ക് ഓടി കയറിയതാണ് കേട്ടോ. ഇപ്പോൾ സമയം 9:40. ഇത് ബാരാമുള്ളയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്തതേ ഉള്ളൂ, അതായത് ബനിഹാളിൽ നിന്ന് ശ്രീനഗർ വരെ. അപ്പോൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനോട് വിടാ. പിന്നെ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ 10:30 കഴിയണം അടുത്ത ട്രെയിൻ വരണമെങ്കിൽ. അതുവരെ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ശ്രീനഗർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവിടെ മഞ്ഞിൽ കുളിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ. എന്തോ മഞ്ഞൊന്നും ഇല്ല, കാലാവസ്ഥാ വ്യതിയാനം. ഇനിയിപ്പോൾ കാശ്മീർ വാലിയിലേക്കൂടെയുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. നമ്മളിപ്പം വേറൊരു സ്റ്റേഷനിലെത്തി. ഇത് ബനിഹാളിൽ നിന്ന് ശ്രീനഗർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ഒരു സ്നോ ഉള്ള ടൈമിലുണ്ടല്ലോ, ഇതൊക്കെ മൊത്തം മഞ്ഞിൽ കുളിച്ച് പോകുന്നൊരു വണ്ടിയാണേ. ഇത്തവണ എന്തോ നമുക്കത് കാണാനുള്ള ഭാഗ്യമില്ല. നമ്മളെ വണ്ടി എടുത്ത് വിടുന്നത് അത് ഇവിടെ ഉണ്ട്. ഇത്ര ഇത് സിംഗിൾ ട്രാക്കാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ പിന്നെ നമ്മളെ ചെനാബ് ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജമ്മു മുതൽ ശ്രീനഗർ വരെ ട്രെയിനിൽ വരാം. അപ്പോൾ അതിൻ്റെ വർക്ക് തന്നെയാണ് ഇവിടെ ഈ മേളിൽ കാണുന്ന ഇലക്ട്രിഫിക്കേഷൻ. ഇവിടെ നോർമലി ട്രെയിനൊക്കെ ഇതിലൂടെ പോകും, വന്ദേ ഭാരതൊക്കെ ഇതിലൂടെ പോകും. രാവിലെ ട്രെയിൻ ഇതാ എടുത്ത് പോയി. ഇതാ എടുത്തത്, നമ്മളല്ല. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. അങ്ങ് അതൊക്കെ ഏതാ, മരങ്ങൾക്കൊന്നും ഒരൊറ്റ ഇലയില്ല, എല്ലാം കൊഴിഞ്ഞുപോയി. അതിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, അങ്ങ് അതിലൂടെ. ഇത് തന്നെ ഒരു ഭാഗത്ത് എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ പിന്നെ എല്ലാ ഭാഗത്തും ആർമിക്കാരുണ്ട്, വിസിലടിക്കുന്നുണ്ട് എല്ലായിടത്തും. പിന്നെ എല്ലാ സ്റ്റേഷനിലും പിന്നെ അവർ മാത്രമേ ഉള്ളൂ. നമുക്ക് 1 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവൽ ടൈം ഉണ്ട് ശ്രീനഗറിൽ നിന്ന് ബനിഹാളിലേക്ക്. ട്രെയിൻ ഇപ്പോൾ അവന്തിപുര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. പിന്നെ ശ്രീനഗറിൽ നിന്ന് ബനിഹാളിലേക്ക് ഈ ഒരു ട്രെയിൻ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ഫെയർ 45 രൂപയാണ്. 45 രൂപയാണ്, 90 രൂപയായി. അതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന ഷെയർ ടാക്സിൻ്റെ കാര്യം അവിടെ എത്തുന്ന സമയത്ത് ധൃതിയായതുകൊണ്ടാണ്. കാരണം ഓൾറെഡി ട്രെയിൻ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ബാരാമുള്ളയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അവിടെ ഞങ്ങൾ ടൗണിൽ നിന്ന് ഭാഗത്തുനിന്ന് ഷെയർ ടാക്സിക്ക് വന്നത്. ഒരാൾക്ക് 40 രൂപയായി. 40-80 രൂപ അങ്ങനെയാണ് ഷെയർ ടാക്സി. ഇല്ലെങ്കിൽ ബസ്സൊക്കെ ഉണ്ട്, പക്ഷെ ബസ്സൊക്കെ ഇവിടുന്നാണ് ഏത് ബസ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ട്രെയിനിൻ്റെ ടൈം പെട്ടെന്ന് എത്തുന്നതുകൊണ്ട് നമ്മൾ ബസ്സൊന്നും നോക്കി നിന്നതേയില്ല. സ്പെഷ്യൽ ഓട്ടോ ഒക്കെ ആക്കി വരികയാണെങ്കിൽ 300 രൂപയൊക്കെയാണ് അവർ പറയുന്നത്. അതായത് ആ ദാൽഗേറ്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ 300 രൂപയാണ് ഓട്ടോക്കാർ പറഞ്ഞത്. ദാൽഗേറ്റിന്റെ അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ LD എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്നും കിട്ടും ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെ ഷെയർ ടാക്സികൾ. അവന്തിപുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നമുക്ക് ഇനിയും കുറേ സ്റ്റേഷൻസ് കഴിയാനുണ്ട്. അത്ര പഞ്ച്ഗോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ പാൻസ്ഗോം എന്നല്ലേ? അതെ, അതുപോലെ തന്നെ ഹിന്ദിയിലാണ് പഞ്ച്ഗോം വരുന്നത്. ഈ സ്റ്റേഷനിൽ മൊത്തം എന്താ പറയുക, ആർമി ഉദ്യോഗസ്ഥന്മാരാണുള്ളത്. അതെ, 1 മിനിറ്റല്ലേ സ്റ്റോപ്പുള്ളൂ. കയറിക്കോ. ഈ ഒരു ട്രെയിനുണ്ടല്ലോ, ഈ ഒരു കോച്ചിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു വേറെ ഒരു ഫീലിംഗ് മനസ്സിലാവും. അതായത് ഇതിന്റെ അകത്ത് ചൂടുണ്ട്. അതായത് നമ്മളതിന്റെ സീറ്റിന്റെ കുറവുണ്ട്. കാരണം ഇതിന്റെ സീറ്റ്
കോച്ചിന്റെ ലേഔട്ട് പറയുന്നത് നല്ല കുഷ്യനില്ല കുറച്ച് കോച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ സാധാരണ നോർമൽ ആയിട്ട് ഡെമോ ആണല്ലോ, അപ്പൊ ആ കുഷ്യൻ ഇല്ല ആ കോച്ചിൽ വെച്ച് നല്ല ചൂടാണ്. എനിക്കൊന്ന് പ്രത്യേക ഈ ഒരു തണുത്ത് ശൈത്യ സമയത്ത് പോകുന്നതുകൊണ്ട് അതിനകത്ത് തന്നെ അതിന്റെ എല്ലാം സംവിധാനമുണ്ട്. നല്ല ചൂടാണ് അതിനകത്ത്. ഓൾറെഡി അതിനകത്ത് മൊത്തം ഫുള്ളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറിയിരിക്കാൻ പറ്റുന്നില്ല. അത് വലിയൊരു പ്രശ്നമല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ചിത്രീകരിക്കണല്ലോ. ട്രെയിൻ ഇപ്പൊ അടുത്തൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്, അനന്തനാഗ്. അനന്തനാഗ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 2 മിനിറ്റിന്റെ ട്രെയിൻ ഹോൾട്ട്. അനന്തനാഗ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു കാശ്മീരിലത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലമായിട്ടുള്ള പഹൽഗാമിലേക്ക് ഇവിടുന്ന് 41 കിലോമീറ്റർ ഉള്ളത്. ഇവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ അനന്തനാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് വേറൊരു പേര് കൊണ്ട് ഇസ്ലാമാബാദ്. ഈ 2 പേരിൽ ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ട്രെയിനിലും ഈ എല്ലാ സ്റ്റേഷനിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇഷ്ടം പോലെ ഉണ്ട്. അറിയാലോ, പിന്നെ കാശ്മീരാണല്ലോ. ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു അങ്ങ് അവിടെ കണ്ട ഒരു വീട് നടുക്ക്. ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങി, പക്ഷെ എന്നാലും കാര്യമൊന്നുമില്ല. നമുക്കിനൊരു 4 സ്റ്റേഷൻ കൂടെ കഴിയാനുണ്ട് ബനിഹാൾ എത്തണമെങ്കിൽ. ഇവിടെയുള്ള പട്ടികളുടെ രോമം കണ്ടതാ. നമ്മളെ നാട്ടിലത്തെ പോലത്തെ നോർമൽ പട്ടികളൊന്നും അല്ല ഇത്. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു കൽപ്പീറ്റങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, അവൻ അവിടെ തന്നെ കിടന്നു നോക്കുന്ന പോലും ഇല്ല. ഇത് സദുര എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിൻ ഇപ്പോൾ ഹില്ലർ ഷഹബാദ് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി. അടുത്തതാണ് നമുക്ക് ഇറങ്ങേണ്ട ബനിഹാൾ വരുന്നത്. ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞോടെ തന്നെ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള 2ാമത്തെ റെയിൽ ടണൽ വരും. അതായത് കോസികുണ്ട് ടണൽ എന്നാണ് നടത്തുന്നത്. നേരത്തെ കോസികുണ്ട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു, അതിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ ഉടനെ ബനിഹാള് റെയിൽവേ സ്റ്റേഷൻ എത്തി. നിലവിൽ ഇത് ഇന്ത്യയിലത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള 2ാമത്തെയാണ്. 1ാമത്തെ എന്ന് പറഞ്ഞാൽ മണിപ്പൂരാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതെനിക്കൊന്നും അത് ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് ഒരു ടണൽ ഇപ്പോൾ ഓപ്പൺ ആവും. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കോസികുണ്ട് ടണലിന്റെ ആ ഒരു നീളത്തിന് അത് മറികടന്ന് 1ാം സ്ഥാനത്തെത്തും. ഇപ്പൊ നിലവിൽ എനിക്കൊന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഇതാന്ന് നിലവിൽ ഫസ്റ്റ്. ഇപ്പൊ നിലവിൽ തന്നെ അത് വന്നു കഴിഞ്ഞാലാണ് 2ാമതെന്ന് പറഞ്ഞത് കേട്ടോ. എന്തായാലും വരുമല്ലോ. അതെ, ഇതേ ഈ ഒരു സ്റ്റേഷൻ ഇതാ ഹില്ലർ ഷഹബാദ്. ഇപ്പൊ ടണലാവും. ടണൽ ഇതേ എത്തി. ഇനി 11 കിലോമീറ്ററിന് മുകളിൽ ഈ ടണലിലൂടെ സഞ്ചരിക്കാം. 11 കിലോമീറ്റർ മുകളിലാണ്. എനിക്ക് 4 ചോദ്യം. ടണല് കഴിഞ്ഞ് ഇനിയിപ്പിതാ ബനിഹാളിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പോയി കഴിഞ്ഞാൽ തന്നെ ബനിഹാളായി. ഇവിടെ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് വരും. ഇല്ല, വെള്ളമൊന്നുമില്ല, മാത്രമേ ഉള്ളൂ. ഇതിലൂടെ NH44 കന്യാകുമാരി ശ്രീനഗർ ഹൈവേ ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ട് നേരെ നോക്കിയാൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഇതാണ് NH44. ഇനിയിപ്പോൾ നമുക്ക് ബസ്സിന് ഇവിടുന്ന് കയറിയിട്ട് ഉദംപൂർ ഭാഗത്തേക്ക് പോകേണ്ടത് ഈ ഒരു ഹൈവേ വഴിയാണ്. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ കണ്ടോ, ഇതാ കിടിലൻ വ്യൂ ആ. ഒരു മലേൻ്റെ താഴെ ഭാഗത്തുണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ. ഇവിടെ
ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വരിക. ശ്രീനഗറിന്ന് 80 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ബനിഹാളിലെത്തുന്നത്. അവിടുന്ന് 9:40 കയറിയത്. ഇപ്പോൾ സമയം 11:36. 2 മണിക്കൂർ. ബനിഹാൾ ഇവിടെ ബോർഡുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്ത് തന്നെ ഒന്നെങ്കിൽ ബസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ബസ്. ഈ ഒരു റിലേഷൻ്റെ ഇവിടുന്ന് ഒരു 300 മീറ്റർ മാറിയാൽ തന്നെ അവിടെ തന്നെ വേറൊരു ബസ് സ്റ്റോപ്പും ഉണ്ട്. അവിടുന്നാലും ബസ് കിട്ടുമോ നോക്കാം. കാരണം എന്തായാലും ഈ ട്രെയിൻ വരുന്ന സമയത്ത് എന്തായാലും വണ്ടി ഉണ്ടാവും പുറത്ത്. ഷെയർ വണ്ടി ഇഷ്ടം പോലെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങാം. ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ട, ഇവിടെ മൊത്തം ഷെയർ വണ്ടികളാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കണ്ട പാറി പറക്കുന്നത്. ഇതാണ് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ. അടിപൊളിയല്ലേ? ഇനിയിപ്പോൾ ഇങ്ങോട്ടുണ്ടോ, ഇവിടെ ഇതാണ്ടതാ ബസ് കണ്ടോ. ബസ്സാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത് കാറിനെക്കാട്ടി. തെക്കെല്ലാം ജമ്മുതാവി. ജമ്മു. ഓക്കെ, സൂപ്പർ ഫാസ്റ്റ്. ഇതിന് കയറാം. ജമ്മു. ബസ്സിനകത്ത് കയറി ഏറ്റവും പെറുകുന്നത് തുടങ്ങി. ഇതാണ് ഈ ഒരു ബസ്സിന്റെ ഉൾവശം എന്ന് പറഞ്ഞാൽ. ആൾക്കാരൊക്കെ വരുന്നത്ര മിക്കവാറും മനു. അല്ല, ഞങ്ങള് അവിടെ ഇരിക്കുന്ന വിചാരിച്ച, കാരണം അവിടെ ഇരിക്കുന്നില്ല, ഇവിടെ ഇരിക്കാം. ഈ ഒരു 2 row സീറ്റ് ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കാം. അല്ല, അവിടെ അവര് ഇരുത്തുകയും ചെയ്യില്ലടാ. കാരണം അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് മുന്നില്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് എത്തുമായിരിക്കും അല്ലേ? ഉദംപൂരേക്ക് 4.5 മണിക്കൂർ 4.5 മണിക്കൂർ എടുക്കും. അപ്പൊ എന്തായാലും നല്ല രീതിയിലുള്ള കാഴ്ചകള് ഇവിടത്തൊക്കെ നല്ല രീതിയിൽ കാണാം. പിന്നെ അത് തുറന്നു കഴിഞ്ഞാൽ അതും കാണാലോ. വണ്ടിയൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പല പൈസകൾ അവർ പറയുന്നുണ്ട്. നമുക്ക് നോക്കിയെടുക്കാം. നമ്മള് ഇത് ജമ്മു വണ്ടിയാണ്. ജമ്മുവിലേക്കല്ല പോകുന്നത്, ഉദംപൂരേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മള് പോകുന്ന ബസ്സിൽ ആളാവുന്നത്ര കണ്ടോ. ഇവിടത്തെ തിരക്കുണ്ട് ഇപ്പൊ. ആ ട്രെയിന് വന്ന് എല്ലാരും ഇനിയിപ്പം ജമ്മു ഭാഗത്തേക്കൊക്കെ തന്നെയാ പോകുന്നത്. ജമ്മു ഉദംപൂർ ഭാഗത്തേക്ക് മൊത്തം മലനിരകളാണ് ഈ ഭാഗത്ത് മുഴുവനും. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇതാ ഇവിടെ. ജമ്മു ധാര എന്ന് പറഞ്ഞിട്ടൊരു ബസ്സാണ്. ഇവിടെ ജമ്മു ബനിഹാൾ ഏരിയ എന്ന് കണ്ട ഒരു ഭാഗത്തേക്കുള്ള വണ്ടിയായത്. ഹലോ, ഇത് നമ്മുടെ ഇതാ ഇവിടെ തന്നെയാണ് നമ്മുടെ സീറ്റും വരുന്നത്. ഈ ഒരു ഷെയർ വണ്ടിയായാലും ബസ്സിനായാലും ഇപ്പം നല്ല തിരക്കുണ്ടാവും. പക്ഷെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കര നഷ്ടമാണ് വരാൻ പോകുന്നത്. അതായത് നിലവിലിപ്പോൾ ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറ വരെയാണ് നമ്മളെ റെയിൽ റൂട്ടുള്ളത്. അവിടുന്ന് നേരെ നമ്മുടെ ബനിഹാളിലേക്ക് റെയിലിന്റെ ഒരു പണി പൂർത്തീകരിക്കാൻ പോവാണ്. ഏതാനും മാസങ്ങൾക്ക് അത് ഓപ്പൺ ആവും. അവിടെ ചെനാബ് റിവറിന്റെ ആ ഒരു ബ്രിഡ്ജൊക്കെ നമുക്ക് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ അപ്പൊ USPRL എന്ന് പറയും, അതായത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ട്രെയിൻ കയറിയിട്ട് നേരെ ശ്രീനഗർ ഇറങ്ങാം. അപ്പൊ കൂടുതൽ ടൂറിസ്റ്റുകൾ വരും കാശ്മീരിലേക്ക്. കാശ്മീരിന്റെ ടൂറിസ്റ്റ് ഉപകാരപ്പെടുമെങ്കിലും ഇതേപോലത്തെ വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് കുറവായിരിക്കുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ട്രെയിനല്ലേ പോലും. ഇപ്പൊ നമ്മളിപ്പോ ശ്രീനഗറിന്ന് ഇവിടം വരെ വന്നില്ലേ, അത് ട്രെയിൻ എത്ര പെട്ടെന്ന് എത്തി. പക്ഷെ ബസ്സാണ് ഇങ്ങനെ എത്തുവോ? ഇല്ല. ഈ റൂട്ട് ട്രെയിൻ വഴിയാണെങ്കിലും ഉദംപൂരിൽ. അതെ, ബനിഹാൾ റെയിൽവേ സ്റ്റേഷന്റെ ഈ ഒരു വലിയൊരു മലേന്റെ മുകളിൽ കണ്ട ഈ ഒരു ഭാഗത്തെല്ലാം മഞ്ഞ് വീണ് തുടങ്ങി കുറച്ചായിട്ട്. ആ ഒരു ഭാഗത്തോട്ട് വന്നാൽ അത് അങ്ങ് അവിടെയും ഉണ്ട്. ബാക്കി എവിടെയും വന്നിട്ടൊന്നുമില്ല. ബനിഹാൾ റെയിൽവേ സ്റ്റേഷന്റെ ഇവിടുന്ന് കറക്റ്റ് 12:15 വണ്ടി എടുത്തത്. ഇവിടെ നിന്ന് ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇനി ഒരു 100 കിലോമീറ്ററിന്റെ അടുത്ത് പോവാനുണ്ട്. ജമ്മു നമുക്ക് റൈറ്റിലേക്കാണ്. ഇവിടൊക്കെ ഒരുപാട് ഹോട്ടലൊക്കെ ഉണ്ട്. എത്ര മണിക്കൂർ എടുക്കും നമുക്ക് കറക്റ്റ് നോക്കാം. ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ഇതാണ് ശ്രീനഗറിലേക്ക്. ഇവിടെയൊക്കെ മൊത്തം CRPF ആണ്. ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇവിടെയൊക്കെ. അവിടെ ഇന്ത്യൻ ഫ്ലാഗ് കാണാം ബനിഹാൾ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിലായിട്ട്. എന്താ നല്ല രസമില്ലേ?
12:50 ബനിഹാൾ ടൗണ് എന്താ വിടുന്നതേ ഉള്ളൂ. നല്ല ബ്ലോക്കാണ്. ഇതുകൊണ്ട് 4 മണിക്കൂറിനെക്കാട്ടും മുകളിൽ ടൈം എടുക്കുമെന്ന് എന്തായാലും നമുക്ക് പറയാം. അത് മുന്നിലോട്ട് കാണാൻ തിരക്ക് കണ്ട മൊത്തം ബ്ലോക്കാണ്. മൊത്തം റോഡ് പണിയാണ് ഇവിടെ ഉള്ളത്. റോഡ് പണി ആയതുകൊണ്ട് വളരെ സ്ലോ ആണ്. എന്നെ അതാ വീടെടുക്കുന്ന അതിൽ കാണാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് ഒരു മിററുണ്ട്. മൊത്തം വണ്ടികളൊക്കെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. സമയം ഇപ്പോൾ 1:30 കഴിഞ്ഞ്. റാംബാനിലേക്ക് ഇനി 20 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ മുന്നിൽ JKSRTC ഉണ്ട് കേട്ടോ. ശ്രീനഗർ ജമ്മു. അതുപോലെ തന്നെ ആർമി വണ്ടിയുണ്ട്. ബസ് ഇപ്പോൾ റാംബാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തെത്തിരിക്കുകയാണ്. റാംബാൻ പട്ടണമാണ് ഈ കാണുന്നത്. ഇപ്പോൾ 2:10 കഴിഞ്ഞു. ഇനി ഉധംപൂരിലേക്ക് 49 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. നമ്മൾ റംബാൻ ഈ ഒരു നമ്മുടെ ഈ ജമ്മുവിലേക്ക് പോകുന്ന ബൈപ്പാസ് ഇല്ലേ, അതുവഴി തന്നെയാണ് പോകുന്നത്. ടൗണിലേക്കൊന്നും കയറുന്നേ ഇല്ല. ഈ ഒരു വ്യൂ നോക്കിയത് ഈ ഒരു മലേൻ്റെ ഈ ഒരു താഴ്വാരത്ത് അതിൽ വീടുകളും ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ മോനെ ഇപ്പോൾ കുറച്ചും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റോഡ് ടണൽ വരും. ചെനാനി നഷ്രി ടണൽ. കുറച്ചും കൂടെ പോയാൽ മതി. ഇവിടെ വണ്ടി നിന്നല്ലോ. എവിടെ കണ്ടതാ? കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ചെനാനി ടണൽ എത്തുന്നതിന് മുന്നേ ലഞ്ചിനുള്ള ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഒരു ജമ്മു താവിന്ന് ബനിഹാളിലേക്ക് പോകുന്ന സമയത്തും ഇതേ സ്പോട്ടിൽ തന്നെയാണ് ബസ് നിർത്തിയത്. എനിക്ക് തോന്നുന്നു ഇവരുടെ മെയിൻ ഒരു സ്ഥലം ഇത് തന്നെ ആയിരിക്കാം അല്ലേ? ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെയിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗർ പോകുന്നത് ആ റെയിൽ വന്നാൽ ഒരു കണക്കിന് നല്ല ഉപകാരപ്പെടും. കാരണം എന്താ പറയുക, കുറേ ആൾക്കാർക്ക് ഈ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ചുരം വഴിയൊക്കെ കയറി പോകുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. റെയിൽ വന്നാൽ മിക്കവാറും അത് ഒരു എന്താ പറയുക ഒരു പരിഹാരം തന്നെയാവും. നമ്മളിപ്പോൾ ഇറങ്ങി വരുന്ന വഴിക്കുണ്ടല്ലോ, ഭയങ്കര ഇങ്ങനെ കുട്ടനിൽ ഇറക്കൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ കാര്യമാണ് പറയുന്നത്, ചെറിയൊരു വോമിറ്റിംഗ് ടെൻഡൻസി തോന്നുന്നുണ്ടായി. അപ്പം ഞാനിപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കുന്നില്ല, അതുകൊണ്ട് ഞാനും കഴിക്കുന്നില്ല. സമാധാനമില്ലേ? ബസ് ഇറങ്ങിയ ശേഷം ഉധംപൂരിൽ നിന്ന് കഴിക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ച കണ്ടതാ. ഇവിടുന്നാണ് ഫുഡൊക്കെ എല്ലാവരും കഴിക്കുന്നത്. നമ്മുടെ ബസ് ഉണ്ട്, അതിൻ്റെ ടയറിൻ്റെ അവിടെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതുണ്ട്, എന്ത് നല്ല റോഡാന്ന് നോക്കിയേ. മറ്റ് വഴി അതാണ്, അവിടെ നിന്ന് വരുന്ന റോഡ് നേരെ അതിലൂടെ പോകും, നമ്മൾ ഇതിലൂടെ പോകും. വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നത്. നമ്മളെ ബസ്സിൻ്റെ ടയർ അടിച്ച് മാറ്റട്ടെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഈ ഒരു റൂട്ടിലത്തെ ബസ് ഇവർ വാങ്ങിക്കുന്ന ടിക്കറ്റ് ഫെയർ പല റേറ്റാണ്. കാരണം ഞങ്ങൾ ജമ്മുന്ന് ബനിഹാൾ വരെ വന്നതും ഇപ്പോൾ ഉധംപൂരിലേക്ക്, അതായത്
ബനിഹാൾ നിന്ന് ഉദംപൂരിലേക്ക് പോകുന്ന ബസ് ഫെയറും എത്രയോ വ്യത്യാസമുണ്ട്. അതായത് ആ വരുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് ഒക്കെ മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. 260 രൂപയാണ് ഒരാൾക്ക് വന്നത്. ഇത് വന്ന് ഇവിടുന്ന് ബനിഹാളിൽ നിന്ന് കയറുന്ന സമയത്ത് തന്നെ 300 രൂപ ജമ്മു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ജമ്മു പോകേണ്ട ആവശ്യമില്ലല്ലോ, ഒരു 60 കിലോമീറ്റർ മുന്നേ ഉദംപൂർ ഇറങ്ങണല്ലോ. അപ്പൊ ഞങ്ങളോട് വാങ്ങിയത് 280 രൂപയാണ്. അതെ അതെ അതെ, 20 കുറച്ച് 250 രൂപ വാങ്ങി, ബാക്കി എല്ലാവരും 300 വാങ്ങുന്നുണ്ട് ഉദംപൂരിൽ നിന്ന് പറഞ്ഞുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു 260 280 ആ ഒരു വ്യത്യാസം വന്നുമല്ലോ. അതും ആ ഡിഫറൻറ്റ് നോക്കാം ആ ഒരു സ്ഥലത്തിന്. അതുകൊണ്ട് തന്നെ തോന്നുന്ന പോലത്തെ പൈസ ഇവർ വാങ്ങുന്ന എനിക്ക് മനസ്സിലായി. അതിനോട് കണക്കിന് ട്രെയിൻ വരുന്നവർ നല്ല തന്നെയാണ്. അത് തന്നെ, അത് ടൂറിസ്റ്റുകളുടെ പിഴിയേണ്ട കാര്യമില്ല. കുറെ അങ്ങനെ ജമ്മു കാശ്മീരിൽ ഒരുപാട് ടൂറിസ്റ്റുകളെ പിഴിയാനും പറ്റിക്കാനും കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് റൂമിന്റെ കാര്യത്തിലൊക്കെ. അയ്യോ, അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. അതെ, ടണൽ എത്തിയിരിക്കുകയാണ്. ചെനാനി നഷ്രി ടണൽ, ഇന്ത്യയിലെ നിലവിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റോഡ് ടണൽ. 9.28 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നും ഈ ഒരു ഇതിനറിയപ്പെടുന്നുണ്ട്. മെയിനായിട്ട് ചെനാനി നഷ്രി ടണൽ തന്നെയാണെന്ന് പറയുന്നത്. കയറിയിരിക്കുകയാണ്. ഇനി 9 കിലോമീറ്റർ ഈ ടണൽ വഴി പോകും. ഈ ടണലിൻ്റെ ഫ്രണ്ട് വ്യൂ ജമ്മു താവിയിൽ നിന്ന് ബനിഹാളിലേക്ക് പോകുന്ന വീഡിയോയിലുണ്ട് കേട്ടോ. കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണണേ. ഇതിപ്പോൾ ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ഒരു സൈഡ് വ്യൂ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ടണലിൽ എല്ലാ രീതിയിലുള്ള സേഫ്റ്റി കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവർ. സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 50 km/h ആണ് ഇതിലത്തെ സ്പീഡ് ലിമിറ്റ്. പിന്നെ CCTV ക്യാമറയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഹോൺ അടിക്കാൻ പാടില്ല, എല്ലാം കർശനമായിട്ട് തന്നെ ഇതെല്ലായിടത്തും എഴുതി കാണിക്കുന്നുണ്ട്. 9 കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്തിട്ട് ടണൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തെത്തി. നല്ലൊരു വ്യൂ നോക്കി. ബനിഹാളിൽ നിന്ന് നമ്മൾ വന്ന ബസ് ഇതാണ്. അതുപോലെ ഇനി ഞങ്ങള് കട്ടറയിലേക്ക് പോകുന്നത് ട്രെയിനിലാണ്, ബസ്സിന് പോകുന്നില്ല അല്ലേ? ബസ്സിന് പോവാത്തതിന്റെ കാര്യമൊക്കെ ഉണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഇവിടെ എത്തിയത് ഉദംപൂരിൽ എത്തിയത് 4:20 4:20 ആകുമ്പോഴത്തേക്ക് ഉദംപൂർ എത്തി. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് പോവാം. ഞങ്ങൾ ആ ഒരു ഭാഗത്താണ് ബസ് ഇറങ്ങിയത്. ഒരു ബസ്സൊക്കെ വരുന്നുണ്ട്, അതാ അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരം കാണിക്കുന്നുണ്ട്. അവിടെ എത്തുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. കാരണം ഞങ്ങൾ ബസ്സിൽ നിന്ന് വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ ആ ഒരു ഭാഗത്ത് എത്തിയ സമയത്ത്. ആദ്യം കുറച്ച് വെള്ളം കുടിക്കാൻ, എന്താ വെള്ളം കുടിച്ചിട്ട് മെല്ലെ പോവാം. ഇവിടെ ബോർഡുണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉദംപൂർ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ലെഫ്റ്റിലേക്കാണ് സ്റ്റേഷൻ വരുന്നത്. മുഴുവൻ ഇപ്പോൾ ആർമി വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ, കോൺവേ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ NH44 ഈ റോഡ് കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെയുള്ള ഹൈവേ ആണ്. ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഹൈവേ ഇത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു വഴി ഇതാണ്. അങ്ങവിടെ കണ്ടതാ വലിയ വലിയ മലനിരകൾ. ഇതൊരു ഷോർട്ട് വഴിയാണ്. ഇവിടെ വേറെ ആയിരുന്നില്ല, ഒരു പട്ടിയൊക്കെ വന്നാൽ പെട്ടുപോലെ നവി. ഇപ്പം ഇരുട്ടൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. നേരെ താഴോട്ടല്ലേ? ഈ വന്ന ഒരു കുഞ്ഞു റോഡ് വഴിയാ വരണ്ട. അപ്പൊ ഒരു മെയിൻ റോഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആണ് പോകാനുള്ളത്. ആ വഴി നടന്ന് വന്ന് ദേ ഈ ലോറിയൊക്കെ വരുന്ന വഴിയില്ലേ, അത് വഴിയാ പോകാനുള്ളത്. ഒരു 1.2 കിലോമീറ്ററും കൂടെ നടന്നിട്ട് പോകാനുണ്ട്. നല്ല നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. കണ്ടതാ മലനിരകൾ. ഈ ഒരു ഭാഗത്തേക്കാണ് റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ വരുന്നത്. ഇവിടെ ഇങ്ങനെയുണ്ടല്ലോ, ആ ലോറികളൊക്കെ വരി വരിയായി നിർത്തിയിട്ടുണ്ട്. എന്തിനാണാവോ അറിയത്തില്ല. സൂര്യൻ പുറകിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടതാ സൂര്യൻ ഏകദേശം അസ്തമിക്കുന്ന ഒരു മട്ടിലായി. ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും, അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങതെ ആ താഴെ കാണുന്ന ഇതാണ് ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ നമുക്ക് അവിടത്തോട്ട് നടന്നിട്ട് പോകാനുണ്ട്. കുറച്ചേ ഉള്ളൂ നടക്കാൻ.
അങ്ങനെ നടന്ന് ഇവിടുത്തെ ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറാം. ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ ഉദംപൂരിൽ നിന്നാണ് ഉണ്ടായത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ നെയിം ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പേര് മാർട്ടർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ എന്നാണ്. അത് ശ്രീമാതാ വൈഷ്ണോദേവി കട്ര ഋഷികേശ് ഹേംകുണ്ട് എക്സ്പ്രസ്. നമ്മുടെ വണ്ടി ഒരു 6:30-6:45 ആകുമ്പോഴേ ഇവിടെ എത്തുള്ളൂ. കാരണം വണ്ടി ഡിലേ ആണ്. അത് ജാംനഗറിൽ വരുന്ന വണ്ടിയാണ്, അത് ഡിലേ ആണ്. കാരണം പിന്നെ ഇനിയിപ്പം ഇവിടുന്ന് ഉദംപൂരിന് ബസ് നോക്കണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ പേര് കണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, ഹിമസാഗർ എക്സ്പ്രസിനൊക്കെ ഉദംപൂരേക്ക് ബുക്ക് ചെയ്യുന്ന ഉദംപൂരിൽ നിന്ന് അടിച്ചു കൊടുത്ത് ചിലപ്പോൾ കിട്ടണമെന്നില്ല കേട്ടോ. മറ്റേ പേരെന്നെ കൊടുക്കുക. മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ. ഹേംകുണ്ട് എക്സ്പ്രസും പോയി. ഇതാണ് ഉദംപൂർ. ഇപ്പം നമുക്ക് ഉദംപൂരും സ്ഥലത്തിൻ്റെ പേരൊക്കെ ഉദംപൂരിൽ നിന്നാണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ഇത് ഡൽഹി സറൈ റോഹില്ലയിലേക്ക് പോകുന്ന AC സൂപ്പർഫാസ്റ്റ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയിരിക്കാം. ഇതിലൂടെ ഇതാ ഹെലികോപ്റ്ററൊക്കെ പോകുന്നതാ. സമയം ഇപ്പം 6:15 കഴിഞ്ഞ്. നമുക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്. ജാംനഗറിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കട്ടറിലേക്ക്. ഇത് ഇവിടെ എത്തേണ്ടത് 4:30-ക്കാണ്. ഇത് 2.5 മണിക്കൂറിന് മേളിൽ തന്നെ ഇപ്പോൾ ഡിലേ ആയിട്ട് വരുന്നത്. ആ ഒരു വണ്ടി ഇല്ലോണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇരുട്ടായി. ഇവിടെ പിന്നെ നേരത്തെ 5:30 ആകുമ്പോൾ തന്നെ നല്ല ഇരുട്ടാവും. നല്ല രീതിയിൽ ഇരുട്ട് വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇനി ഇവിടുന്ന് 25 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട് കേട്ടോ, ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിലേക്ക്. ഞങ്ങൾ ആദ്യം അപ്പുറത്താ പോയിരുന്നത്, പിന്നെ നേരെ സ്റ്റെപ്പൊക്കെ കയറി പെട്ടെന്ന് ഇവിടെ വന്ന്. ഇവിടുന്ന് ആ വണ്ടി 1.5 ഡിലേ തന്നെയാണ് വണ്ടി. MCTM ഇതാണ് വണ്ടി. നമുക്ക് ജനറൽ ക്ലാസ് ആണ്. മുന്നോട്ട് പോവാം. ഇതില് അതിലേ കയറാം. മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷനിലെ വണ്ടി എടുത്തു. ഒരു 6:45 ആകുമ്പം അവിടെ എത്തും. നമുക്ക് നോക്കാം. എല്ലാ ടൈമിൽ തന്നെ എത്താം. 25 കിലോമീറ്ററല്ലേ ഉള്ളൂ. ബസ്സിനാണെങ്കിൽ ഏകദേശം 40 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാനുണ്ട് ബൈ റോഡ്. ട്രെയിനാണെങ്കിൽ ആകെ 25 ഉള്ളൂ. എന്തും കൊണ്ടും നല്ലത് ട്രെയിൻ തന്നെയാണ്. മൊത്തം ഹെലികോപ്റ്ററുകളാണല്ലോ. ഇതാ ഹെലികോപ്റ്റർ തന്നതാ, ഇതിലൂടെ വരുന്നതാ. ഉദംപൂരിൽ നിന്ന് കട്രയിലേക്ക് ഈ ഒരു ജനറൽ ക്ലാസ് ആണല്ലോ, ഇതിന് ഒരാൾക്ക് 45 രൂപയാണ് ആയത്. പിന്നെ ഇത് സൂപ്പർ ഫാസ്റ്റ് കൂടെയാണ് വണ്ടി. അതെ, അതുകൊണ്ട് എന്താ പറയാ, കുഴപ്പമില്ല. ബസ്സിനാണെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടും പൈസ കൂടുതലേ. പൈസയും കൂടും, കുറച്ചും കിലോമീറ്റർ കൂടുതലല്ലേ. ഞങ്ങള് ബസ് പ്രിഫർ ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. നല്ല ടയർഡാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്രീനഗറിന് ജമ്മുവിലേക്കും ജമ്മുവിന് ശ്രീനഗറിലേക്കും ബസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിൻ റൂട്ട് വരേണ്ട വേണമല്ലോ. തീർച്ചയായും വരണം, എന്നാലും നല്ല സുഖത്തിലെത്താം നമുക്ക്. എനിക്കൊന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് വരാൻ സാധിക്കാത്തത് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു യാത്ര ബുദ്ധിമുട്ടുണ്ടായാലും പലരും യാത്ര ഒഴിവാക്കുന്നത്. അതെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഉണ്ടാവും. ഇവിടുന്ന് നല്ല രീതിയിൽ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു വഴി കാണാം. വളഞ്ഞ് പോകുന്ന വഴി കണ്ട. ഇതാണ് ശ്രീമാതാ വൈഷ്ണോദേവി കട്ര റെയിൽവേ സ്റ്റേഷൻ. സമയം ഇപ്പോൾ 6:50 6:50 ഇവിടെ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നത്. ഇവിടെ നെയിം ബോർഡൊന്നുമില്ല. ഞങ്ങൾ കൊണ്ടേ നിർത്തുള്ളൂ. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ വന്നത്. നല്ല കിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. വെയിറ്റിംഗ് ഒക്കെ കണ്ട. ഇനിയിപ്പോൾ ഇവിടെ വണ്ടി നിൽക്കട്ടെ. അങ്ങനെ ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിൽ ഇതേ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങുകയാണ്. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കാം. അതിനുശേഷം, കാരണം നല്ല വിശപ്പുണ്ട്, അതിനുശേഷം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. കട്രയിൽ ഇവിടെ നല്ലൊരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ രാത്രിക്ക് കഴിക്കുന്നത് വെജ് ഫ്രൈഡ് റൈസ് ആണ്. ഇവിടെ പിന്നെ വെജ് മാത്രമേ കിട്ടുള്ളൂ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ നവി. കട്ര ഭാഗത്ത് പിന്നെ നോൺ വെജ് ഫുഡൊന്നും കിട്ടൂല. നല്ലൊരു ഫുഡ് കോർട്ട് തന്നെയാണ് കേട്ടോ. ഇതാ വേണ്ട, നല്ല ഇരുന്നത്. ഞങ്ങൾ ഒരുപാട് തവണ ഇവിടുന്ന് ഭക്ഷണമൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ട്. അടുത്ത ദിവസത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. അതെ വീണ്ടും കാണാം. ഇനിയിപ്പം ഇത് രണ്ടും ആദ്യം കഴിക്കട്ടെ. ഒരു നല്ലൊരു വിശപ്പില്ലേ. പിന്നെ
ഇത് കഴിച്ചിട്ട് നമുക്ക് നേരം പുറത്തേക്ക് പോകണം. ഒരു നല്ല റൂമൊക്കെ ബുക്ക് ചെയ്യണം. അത്ര ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു നല്ല റൂം നോക്കിയിട്ട് ബുക്ക് ചെയ്യണം. ഇവിടെ റിട്ടയർ റൂം ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇത്തവണ റിട്ടയർ റൂമിൽ സ്റ്റേ ചെയ്യുന്നില്ല. ഒരു വെറൈറ്റി ആവട്ടെ അല്ലേ. റിട്ടയർ റൂം നമ്മൾ 2 തവണ പരിചയപ്പെടുത്തിയതാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ബഡ്ജറ്റ് ഒതുങ്ങിയ ഒരു 10-600 രൂപയ്ക്കുള്ള റൂമുകൾ നോക്കണം. എല്ലാ സമയത്തും റിട്ടയർ റൂം കിട്ടണമെന്നില്ല. അതെ 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 പുറത്തെ റൂം നോക്കാം. വേഗം കഴിച്ചു. അത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ കട്ര റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ശ്രീമാതാ വൈഷ്ണോ ദേവി കട്ര റെയിൽവേ സ്റ്റേഷൻ. ആ മുകളിൽ കാണുന്ന ഭാഗമില്ലേ, അവിടെ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡ് കോർട്ട് അവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടെമ്പിൾ വരുന്നത് അങ്ങ് അവിടെയാണ്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 600 രൂപയ്ക്ക് നല്ല കിടിലൻ റൂം തന്നെയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇനി അവിടെ പോയി നോക്കണം നല്ല റൂമാണോ എന്നൊക്കെ. അതൊക്കെ നിങ്ങൾ കാണുന്നത് അടുത്ത ദിവസത്തെ വീഡിയോയിലാണ്. അതെ, നമ്മൾ റിട്ടയർ റൂം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ റിട്ടയർ റൂം എടുക്കാതിരുന്നത്. അവിടെ റിട്ടയർ റൂമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൂം ഇനി പുറത്തെ റൂം എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് നാളെ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന വീഡിയോ കുറച്ച് ഇൻഫർമേഷൻ ആണ് കട്രയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ തന്നെ ശ്രീനഗറിൽ നിന്നാണ് നമ്മൾ വീഡിയോ ആരംഭിച്ചത്. ശ്രീനഗറിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ട് ബനിഹാൾ വന്ന്, ബനിഹാളിൽ നിന്ന് വീണ്ടും ബസ് കയറിയിട്ട് ഉദംപൂർ ഇറങ്ങി, ഉദംപൂരിൽ നിന്ന് വീണ്ടും ട്രെയിനും ബസ്സൊക്കെ മാറി മാറി കയറിയാണ്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട 4 റെയിൽവേ സ്റ്റേഷനായ ശ്രീനഗർ, ബനിഹാൾ, ഉദംപൂർ, ശ്രീമാതാ വൈഷ്ണോദേവി കട്ര എല്ലാം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ എന്താ പറയുക, ഒരു നല്ല ട്രെയിനും കിട്ടി, ഇന്ന് ബസ്സും കിട്ടി. ആദ്യം ട്രെയിനിലും കയറി, അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബസ് യാത്ര ഈ നമ്മളെ ജമ്മു ടു, അതായത് ഉദംപൂർ ടു ശ്രീനഗർ അല്ലെങ്കിൽ ശ്രീനഗറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോയിക്കോളും. അതെന്തായാലും അങ്ങനെയല്ലേ വരുള്ളൂ അല്ലേ. USBRL എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എത്രയും പെട്ടെന്ന് വരട്ടെ. അതൊക്കെ എല്ലാവരും പോട്ടെ. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, ശ്രീനഗറിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ കട്രയിലെത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മറ്റു ദിവസം കണ്ടുകൊണ്ടിരിക്കും. ബൈ.